കന്യാസ്ത്രീകളെ തടവിലടച്ച സംഭവത്തിൽ ജാമ്യാപേക്ഷയെ എതിർത്ത ഛത്തീസ്ഗഡ് സർക്കാർ. ജാമ്യാപേക്ഷയിൽ വിധി നാളെയാണ്. ജാമ്യാപേക്ഷയെ എതിർക്കില്ലെന്ന് അമിത്ഷായുടെ ഉറപ്പ് ലംഘിച്ചാണ് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നടപടി. പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർത്തെങ്കിൽ അമിത്ഷായുടെ വാക്കിന് വിലയില്ലാതായോ എന്നാണോ മനസ്സിലാക്കേണ്ടതെന്ന് ജോൺ ബ്രിട്ടാസ് എംപി ചോദിച്ചു. വളരെ അസ്വസ്ഥജനകമായിട്ടുള്ള ഒരു വിവരമായിട്ട് വേണം കരുതാൻ വേണ്ടി. എന്താ കാരണം എന്ന് വെച്ചാൽ പ്രോസിക്യൂഷനെ എതിർക്കില്ല, ഒരു കാരണവശാലും സംസ്ഥാനം ജാമ്യത്തെ ഒബ്ജക്റ്റ് ചെയ്യില്ല എന്നാണ് ഞങ്ങളോട് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. അതായത് ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾക്ക് വിലയില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ എതിർക്കുക എന്ന് പറയുന്നത് പ്രോസിക്യൂഷനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ചുമതലയാണെന്നുള്ള രീതിയിലുള്ള ചില വാദങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ശരിയല്ല. എത്രയോ കേസുകളിൽ പ്രോസിക്യൂഷൻ ഒരു കാരണവശാലും എതിർക്കാതിരുന്നിട്ടുണ്ട്. ചിലപ്പം ബെയിലിനെ അനുകൂലിച്ചിട്ട് പോലുമുണ്ട്. സുപ്രീം കോടതിയിൽ പോലും ബെയിൽ കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട്. ഈ ഒരു കേസ് കള്ളക്കേസാണെന്നും ഇതൊരു അനീതിയാണെന്നും ഇവരോട് കാണിക്കുന്ന വലിയൊരു ക്രൂരതയാണെന്നും ഏവരും സമ്മതിച്ച് കഴിഞ്ഞ ശേഷം പിന്നീട് എന്ത് ഒബ്ജക്ഷനാണ്, എന്ത് എതിർപ്പാണ് ഇതിനകത്ത് പ്രസക്തിയുള്ളത്? എന്തായാലും കോടതിയുടെ പക്കലിരിക്കുന്നൊരു കേസാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നാളെ കൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചൊരു തീരുമാനം വരും എന്നുള്ള പ്രതീക്ഷയിൽ പ്രിയംപ്റ്റ് ചെയ്തിട്ട് ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സിബി ജോസഫ് ചേരുകയാണ്. സിബി, ഛത്തീസ്ഗഡ് സർക്കാർ ഇന്നും ജാമ്യാപേക്ഷ എതിർത്തു. കന്യാസ്ത്രീകൾക്ക് എതിരായ നിലപാട് സ്വീകരിക്കുന്നു. നാളെ വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇന്ന് രാവിലെ 11 മണിക്ക് ശേഷമാണ് ഈ പ്രത്യേക NIA കോടതിയിൽ ഈ ജാമ്യ ഹർജി സമർപ്പിച്ചത്. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ജാമ്യ ഹർജി ലിസ്റ്റ് ചെയ്യുകയും അതിനുശേഷം ഇതിലൊരു വാദം നടക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനമായും ഈ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഒരു നിലപാടാണ് ഏറെ നിർണായകമായിരുന്നത്. ആ നിലപാട് ഈ ക്രൈസ്തവ സമൂഹം ആശങ്കപ്പെട്ടതുപോലെ തന്നെ ഇതിൽ സെഷൻസ് കോടതിയിൽ സമാനമായി തന്നെ ഈ ഒരു ജാമ്യ ഹർജിയെ എതിർക്കുന്ന ഒരു നിലപാടാണ് അവിടെ പ്രോസിക്യൂഷൻ സ്വീകരിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര സർക്കാരും BJPയും ഒക്കെ പറഞ്ഞിരുന്നത് ജാമ്യാപേക്ഷ എതിർക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ കോടതിയിലെത്തിയപ്പോൾ ഈ കേസിൽ കൃത്യമായി അന്വേഷണം മുന്നോട്ട് പോകണം, ഇത് പ്രാഥമിക ഘട്ടത്തിലാണ്, മാത്രമല്ല ഇതിൽ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊരു വാദമാണ് മുന്നോട്ട് വെച്ചത്. കൂടാതെ ഈ കന്യാസ്ത്രീമാർക്ക് ജാമ്യം നൽകി കഴിഞ്ഞാൽ ഇതിൽ നിരവധി തെളിവുകൾ ശേഖരിക്കാനുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി പ്രോസിക്യൂഷൻ അവിടെ വാദിക്കുകയും ചെയ്തു. പക്ഷേ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പ്രതിഭാഗത്ത് നിൽക്കുന്ന കന്യാസ്ത്രീമാരുടെ അഭിഭാഷകർക്ക് ഇത് കൃത്യമായി ഈ പെൺകുട്ടികളുടെ 3 പെൺകുട്ടികളുടെ മൊഴികളടക്കം അവിടെ ആ പെൺകുട്ടികളുടെ മൊഴികൾ നിർബന്ധിച്ച് എഴുതിച്ചാണെന്നും കാണിച്ചിട്ടുള്ള രേഖകളും തെളിവുകളും, അതുകൂടാതെ ഈ പെൺകുട്ടികളുടെ അവരുടെ പ്രായപൂർത്തിയായ പെൺകുട്ടികളാണെന്നുള്ള തെളിയിക്കുന്ന രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും മതപരിവർത്തനം നടന്നിട്ടില്ല, അതോടൊപ്പം തന്നെ മനുഷ്യക്കടത്ത് നടന്നിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്ന രേഖകൾ അടക്കം ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. നാളെയാണ് ഈ ഒരു കേസിൽ നിർണായകമായ വിധി വരാനിരിക്കുന്നത്. കഴിഞ്ഞ 8 ദിവസമായി കന്യാസ്ത്രീമാർ ഇപ്പോൾ ജയിലിൽ തുടരുകയാണ്. നാളെ ഈ NIA കോടതി വിധി പറയാൻ വേണ്ടി മാറ്റുകയും ചെയ്തു. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഈ നിലപാടിൽ മാറ്റം വരാതെ ഇപ്പോഴും ആ ജാമ്യ ഹർജിയെ എതിർത്തു എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും BJPയും മറ്റും പറയുന്നത് സാങ്കേതികമായി മാത്രമേ എതിർത്തിട്ടുള്ളൂ, ഒരു പ്രോസിക്യൂഷന് സാങ്കേതികമായി എതിർക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പോലുള്ള ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാദം ശരിയല്ല, കാരണം പ്രോസിക്യൂഷനെ എതിർക്കാതെയും ഇത്തരത്തിൽ ജാമ്യം നൽകാൻ കഴിയും. പക്ഷേ അത്തരത്തിൽ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് പക്ഷേ ഇവിടെ ഈ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ഛത്തീസ്ഗഡ് സർക്കാരും നിലപാട് സ്വീകരിച്ചത്. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി വെല്ലുവിളിയായി നിൽക്കുന്നത്. എന്തായാലും നാളെ നിർണായകമായ ദിവസമാണ്. ക്രൈസ്തവ സമൂഹം ഒന്നാകെ, ക്രൈസ്തവ സഭ ഒന്നാകെ വളരെ വലിയ പ്രതീക്ഷയിലാണ്. ഇന്നിപ്പോൾ അല്പം മുമ്പ് റായ്പൂരിലെ ഈ രൂപതയിലെ എല്ലാം തന്നെയും PRO അടക്കം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏറെ പ്രതീക്ഷയുണ്ട് എന്ന് റായ്പൂർ സഭയും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ ഈ ഒരു കേസിൽ അന്തിമമായ വിധി ഉണ്ടാകും. കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതേസമയം തന്നെ ഇനി ജാമ്യം ലഭിച്ചില്ലെങ്കിൽ തിങ്കളാഴ്ചയോടെ ഹൈക്കോടതി പോകാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്.